ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പൊട്ടറ്റോ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് അധികം വെന്ത് പോകുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒറ്റ തിള വന്നാൽ മതി. എന്നിട്ട് പിന്നെ അത് വാർത്തെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ ചിക്കന് പൊടിച്ചെടുത്തത്, അതേപോലെ തന്നെ കോൺഫ്ലവർ കലക്കിയെടുത്തത്, ബ്രെഡ് ക്രംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാ സവാള ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവുന്ന വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം അല്പം പുതിനയും മല്ലിച്ചപ്പും ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മസാലകളും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാനിതാ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള, ഞാൻ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പീസസ്സാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കട്ടെ. അപ്പോൾ ഈ മസാലയും ഈ ചിക്കനും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ അതുവരെയും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൊട്ടറ്റോ വേവിച്ചത്, ഞാൻ ഇതിൽ ഒരു പൊട്ടറ്റോ വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വേവിച്ചതും കൂടെ മഞ്ഞളിട്ടിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്ത പൊട്ടറ്റയാണ്. അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചീസ് ചെറിയ ചെറിയ പീസായിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല കുഴച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുവിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിൻ്റെ നടുവിലാക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക കേട്ടോ. നമ്മളൊരു എന്താ പറയുക, മിഠായി പൊതി പോലെയൊക്കെ ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് കോൺഫ്ലവർ കലക്കിയിൽ മുക്കി കൊടുത്തിട്ട് അതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എല്ലാം നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് അതെല്ലാം ഇങ്ങനെ നമുക്ക് ഇത് ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ആദ്യം നല്ല ഫ്ലെയിമിൽ എണ്ണ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരണം കേട്ടോ. ഇനി നമ്മുടെ ഈ പൊട്ടറ്റോ എന്ന് വെച്ചാൽ ഉൾഭാഗം ചിലപ്പോൾ വേവില്ല, അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹാഫ് ബോയിൽ ആക്കിയിട്ട് പൊട്ടറ്റോ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണയിൽ കിടന്നിട്ട് ആ എണ്ണയുടെ ചൂടൊക്കെ തട്ടുമ്പോൾ തന്നെ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ടേസ്റ്റുള്ള അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ. താങ്ക്